SSLC IT സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുന്ന ഈ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റെല്ലേറിയം ഒരു സ്വതന്ത്ര ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ആണ്. സ്റ്റെല്ലേറിയം ആകാശത്തിലെ വിവിധ കാഴ്ചകളുടെ സിമുലേഷനാണ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഒരുക്കുന്നത്. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ആകാശ പ്രതിഭാസങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. നക്ഷത്ര പഠനത്തിനും ആകാശ നിരീക്ഷണത്തിനും വളരെയധികം സഹായകമായ സോഫ്റ്റ്വെയറാണിത്. സ്റ്റെല്ലേറിയം തുറന്ന് ആർട്ടിക്, അന്റാർട്ടിക് വൃത്തങ്ങൾക്കപ്പുറമുള്ള പ്രദേശങ്ങളിൽ പാതിരാത്രി ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ സിമുലേഷൻ നിരീക്ഷിച്ചാലോ? സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ ഒരു ആകാശഗോളത്തെ നിരീക്ഷിക്കുന്നതിനായി നിരീക്ഷണ സ്ഥലം ക്രമീകരിക്കണം, നിരീക്ഷണ സമയം, തീയതിയും സമയവും ക്രമീകരിക്കണം, നിരീക്ഷിക്കേണ്ട ആകാശഗോളം തിരഞ്ഞെടുക്കണം. ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സ്റ്റെല്ലേറിയം എന്ന് ടൈപ്പ് ചെയ്യുന്നു. സ്റ്റെല്ലേറിയം ഇങ്ങനെ ഒരു ജാലകം വന്നിട്ടുണ്ട്. വിൻഡോ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടൂൾ ബാർ, ഈ ഇടത് ഭാഗത്ത് കാണുന്നതും ഈ താഴെ കാണുന്നതുമായ ടൂൾ ബാർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യക്ഷമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. ഇങ്ങനെ ഇങ്ങനെ തന്നെ എൽ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടി നാം ഇടത് ഭാഗത്ത് കാണുന്ന ഈ കോർണർ കാണുന്ന രണ്ട് കറുത്ത ആരോഗ്യമുണ്ട്. ഈ താഴെയുള്ള ആരോഗ്യം ക്ലിക്ക് ചെയ്താൽ താഴത്തതും, മുകളിൽ ലെഫ്റ്റ് സൈഡ് മുകളിലുള്ളത് ക്ലിക്ക് ചെയ്താൽ മുകളിലുള്ളതും ഇവിടെ ഫിറ്റായിട്ട് അല്ലെങ്കിൽ ഇതേപോലെ നിൽക്കും. ചലിക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ നിൽക്കും. ആ കാര്യം ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ ലൊക്കേഷൻ നമുക്കറിയാം. ലൊക്കേഷൻ വിൻഡോ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇവിടെ മാപ്പ് ദൃശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നോർവേയിലെ ട്രോംസോ സിറ്റിയാണ്. പാഠഭാഗത്തെ നോർവേയിലെ ട്രോംസോ സിറ്റി, ട്രോംസോ നഗരം, ട്രോംസോ പട്ടണമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ട്രോംസോ ടൈപ്പ് ചെയ്യുന്നു. ട്രോംസോ, അപ്പോൾ ഇവിടെ ട്രോംസോ നോർവേ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു, സെറ്റാക്കുന്നു. ഇവിടെ താഴെ ട്രോംസോ എന്ന് ഇവിടെ കാണാം. ഇവിടെ തീയതിയും മാസം, വർഷം, തീയതി, ഇവിടെ ടൈമാണ്. നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്തില്ല. ടൈം സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇതിൽ പറഞ്ഞ 2024 ഇവിടെ മാസം എന്ന് പറയുന്നത് ജൂൺ മാസമാണ്. ജൂൺ മാസം എന്ന് പറഞ്ഞാൽ 6-ാം മാസമാണ്. തീയതി പറഞ്ഞത് 21 തീയതിയാണ്. 21/6/2024. ഇവിടെ സമയം പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം 6 മണിയാണ്. വൈകുന്നേരം 6 മണി എന്ന് പറയുമ്പോൾ 18 ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 0 എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ 0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. സമയം സെറ്റാക്കി. ഇനി നമുക്ക് നിരീക്ഷിക്കേണ്ട ഗോളം എന്ന് പറയുന്നത് സണ്ണാണ്. അപ്പോൾ ഇവിടെ സൺ സെർച്ച് ചെയ്യുന്നു. ഇവിടെ സൺ ദൃശ്യമായിട്ടുണ്ട്. ഇങ്ങനെ മൗസിൻ്റെ സ്ക്രോൾ വീൽ ഉപയോഗിച്ച് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്ഥാനം പടിഞ്ഞാറ്, വെസ്റ്റാണ്. ഇത് സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ്. ഇത് നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ്. ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇങ്ങനെ കാണാം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ സൂര്യന് നമുക്കൊരു ആനിമേഷൻ നൽകിയിട്ട് അതിൻ്റെ സിമുലേഷൻ നോക്കിയാലോ? അതിനായിട്ട് ഇവിടെ താഴെ ടൂൾ ബാറിൽ ഇവിടെ ഒരു ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് 3 തവണ ക്ലിക്ക് ചെയ്യണം. ഒന്നാമത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ടാണ് ചലിക്കുന്നതായി കാണുക. അതുകൊണ്ട് 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ സമയം മാറുന്നുണ്ടാവും. അതിനെ അത് നിർത്താൻ വേണ്ടി ഇവിടെ സെറ്റ് നോർമൽ ടൈം റേറ്റ് എന്നതിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിയർ ആയില്ലേ? ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ പ്രവർത്തനം ചെയ്ത് നോക്കിയാലോ? ആകാശത്ത് സൂര്യൻ്റെ സ്ഥാനം ഇവിടെ 4, 7, 10, 12, 15, 18 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1-2 ചെയ്ത് നോക്കാം. ബാക്കി നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. അത് നമുക്ക് സ്റ്റെല്ലേറിയം നോക്കാം. ഇവിടെ നാം ആ പറഞ്ഞ ടൈമാണ് കൊടുക്കേണ്ടത്. ഇവിടെ 4. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റെല്ലേറിയത്തിൽ ടൈം നോക്കാം. ടൈം സെറ്റ് ചെയ്യുന്നു. ഇവിടെ 4 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ 4 എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ 0 ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു.
അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം കണ്ടില്ലേ, ഇവിടെ നോർത്ത് ഈസ്റ്റാണ്. നോർത്ത് ഈസ്റ്റാണ് സൂര്യൻ്റെ സ്ഥാനം. നോർത്ത് ഈസ്റ്റാണ്, വടക്ക് കിഴക്കാണ്. ഇനി അടുത്ത് നോക്കാം. 7 മണി കൊടുക്കാം. ഇവിടെ ടൈം നോക്കാം. ഇവിടെ 7 കൊടുക്കുന്നു. ഇവിടെ 0 നൽകാം. ഇത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം കണ്ടില്ലേ, ഈസ്റ്റാണ്. ഇവിടെ കിഴക്കാണ്. ഈസ്റ്റ് കിഴക്കാണ്. ഈസ്റ്റ് കിഴക്കാണ് സൂര്യൻ്റെ സ്ഥാനം. അടുത്തായി നമുക്കൊന്നുകൂടി നോക്കാം. ഇവിടെ 12:30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12:30 ടൈപ്പ് ചെയ്യാം. ടൈം ആൻഡ് ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മാസവും വർഷമൊക്കെ ക്ലിയർ തന്നെയാണ്. ഇവിടെ 12:30 ടൈപ്പ് ചെയ്യുന്നു. 12:30 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 12 ഇവിടെ 30 ടൈപ്പ് ചെയ്യണം. 12:30. ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം കണ്ടില്ലേ, സൗത്തിലാണ് സൂര്യൻ്റെ സ്ഥാനം. സൗത്ത്. നമുക്ക് മൗസിൻ്റെ സ്ക്രോൾ വീൽ ഉപയോഗിച്ച് ഇതിങ്ങനെയൊക്കെ മാറ്റാവുന്നതാണ്. അത് ചെയ്ത് നോക്കണം എല്ലാവരും. എന്നിട്ട് ആ പട്ടിക പൂർത്തീകരിക്കുക. ചന്ദ്രനിൽ നിന്ന് നിരീക്ഷിക്കാൻ സ്റ്റെല്ലേറിയത്തിൽ ചാന്ദ്ര പ്രതലത്തിൽ നിന്നും നിരീക്ഷിക്കുന്ന പ്രതീതി ലഭിക്കാനായി നമുക്ക് ടൂൾ ബാറിലെ സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻസ് ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ ലാൻഡ്സ്കേപ്പ് ക്ലിക്ക് ചെയ്യുന്നു. താഴെ മൂൺ ക്ലിക്ക് ചെയ്യുക. ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൃശ്യമാണ് ലഭിക്കുക. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആനിമേഷൻ കൊടുത്ത് അതിൻ്റെ സിമുലേഷൻ കാണാവുന്നതാണ്. ഇനി ഈ പ്രവർത്തനം അവസാനിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ഇവിടെ ക്വിറ്റ് ചെയ്താൽ ഇത് വിൻഡോ ക്ലോസ് ആവും. ഓക്കെ.